റൈറ്റർ ഗംഗാശലഭം. അവൾക്ക് ഇന്ദ്രൻസിനെ ഇഷ്ടമാകാഞ്ഞത് ഭാഗ്യം. ഇല്ലെങ്കിലേ അതുപോലെ ആകാനായിരുന്നു അവൾ എൻ്റെ കൊച്ചിനെ പട്ടിണിക്കിട്ടേനെ എന്ന് പറഞ്ഞ് ഉണ്ണി ആശ്വാസം കൊള്ളുന്നത് കാണാം. ഹരിയേട്ടൻ്റെ പാത പിന്തുടർന്ന് ഉണ്ണി PhDയും നെറ്റും ഒക്കെ നേടി കോളേജ് അധ്യാപകനായി. അച്ചുവും അതേ കോളേജിലെ തന്നെ അധ്യാപികയാണ്. സത്യത്തിൽ അച്ചു ഒരു പാവമാണ്, പഞ്ചപാവം. എൻ്റെ മീനുവിൻ്റെ മറ്റൊരു പതിപ്പ്. ഒരു കൊച്ചു ജീവിതമല്ലേ അമ്മ ഉള്ളൂ. നമുക്ക് തോന്നുന്നത് എന്താണോ അത് ചെയ്യണം. നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്തണം. അതിന് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതേണ്ട കാര്യം എന്താണ്? ഇതാണ് അവളുടെ ഭാഷ്യം. അവൾ അങ്ങനെയാണ്, എപ്പോഴും ചിരിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ശ്രമിക്കുന്നവൾ. അവളെ അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളും. അവളൊന്ന് ഡൗൺ ആയാൽ, അവളുടെ ചളിയില്ലെങ്കിൽ അവളേക്കാൾ ഡൗണായി പോകും ഞങ്ങളെല്ലാം, പാപ്പു ഉൾപ്പെടെ. അതാണ് ഇപ്പോഴത്തെ ഈ വീടിൻ്റെ അവസ്ഥ. കട്ടിലേന്ന് ഇറങ്ങിയ പപ്പു. അച്ചു എളിക്കൊരു കൈ കുത്തി നിന്ന് പപ്പുവിനെ നോക്കി കണ്ണുരുട്ടി. മറുകൈയിൽ ഒരു പാത്രമുണ്ട്. കട്ടിലിൽ എണ്ണീറ്റിരുന്ന് എൻ്റെ പിന്നിൽ വന്ന് ഒളിച്ചിരിപ്പാണ് പപ്പു. ചോറ് കൊടുപ്പ് മഹാമഹത്തിനിടയിൽ ഓടി വന്നതാണ് നമ്മുടെ പപ്പുമോൻ. എനിക്ക് അമ്മൂമ്മ തന്നാ മതി. അവൻ ഒന്നുകൂടി എൻ്റെ പിന്നിലേക്ക് പതുങ്ങി. അമ്മൂമ്മ ആയാലും ഞാനായാലും ഒരേ ചോറ് തന്നെയല്ലേ തരുന്നേ. അമ്മൂമ്മയ്ക്ക് വയ്യാതിരിക്കുക, ശല്യപ്പെടുത്താതെ നീ ഇങ്ങ് വന്നേ. അച്ചുവിൻ്റെ സ്വരം കടുത്തിട്ടും ചെക്കന് കൂസലൊന്നുമില്ല. അമ്മൂമ്മ നല്ല അടിപൊളി കഥ പറഞ്ഞു തരും. അമ്മയ്ക്ക് ടോം ആൻഡ് ജെറി അല്ലാതെ വേറെന്തെങ്കിലും കഥ അറിയോ? പപ്പു ചുണ്ടുകൂട്ടി. നീ ഇതിങ്ങ് തന്നേ അച്ചുവേ, ഞാൻ കൊടുത്തോളാം. ഞാൻ മധ്യസ്ഥതയ്ക്ക് ചെന്നു. ഇല്ലേലിപ്പോൾ ഈ പേരും പറഞ്ഞ് രണ്ടും കൂടെ അടിയാവും. പപ്പുവിനേക്കാൾ ചെറുതാ ചില നേരത്ത് അച്ചു. അമ്മ കിടന്നോ? വയ്യാണ്ടിരിക്കല്ലേ? അവൻ കഴിക്കൊന്നുമില്ലമ്മേ, ചുമ്മാ. ഇല്ല, എപ്പോഴേ കഴിക്കേണ്ടതാ. എൻ്റെ വയ്യായികയൊക്കെ മാറി നീങ്ങ തന്നോ? എന്നിട്ട് ഇവിടെ ഇരുന്ന് അവൻ തിന്നോ ഇല്ലയോ നോക്ക്. അമ്മൂമ്മയുടെ 2 കഥ കേൾക്കുമ്പോൾ എൻ്റെ പപ്പു സിപ്പ് മുഴുവൻ കഴിക്കും അല്ലേടെ കുട്ട. എൻ്റെ പിറകിലിരുന്നവനെ മുന്നിലേക്ക് വലിച്ചിട്ട് കെട്ടിപ്പിടിച്ചു ഞാൻ. അവനും എന്നെ തിരികെ ചുറ്റിപ്പിടിച്ച് എൻ്റെ കവിളിൽ അമർത്തി മുത്തി. അവധി ദിവസങ്ങളിൽ പപ്പുവിന് ചോറ് കൊടുക്കുന്നതിനൊക്കെ ഞാനാണ്. ഇന്നിപ്പോൾ എനിക്ക് വയ്യാഞ്ഞിട്ട് ആ ജോലി അച്ചു ഏറ്റെടുത്തതാണ്. എന്നാലൊന്ന് കാണട്ടെ എന്ത് മാജിക്കാണ് ഈ അമ്മൂമ്മ പ്രയോഗിക്കുന്നതെന്ന്. പാത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് അച്ചുവും ബെഡിലിരുന്നു. ഞാൻ പപ്പുവിനെ എൻ്റെ അടുത്ത് പിടിച്ചിരുത്തി. കറികളൊക്കെ കൂട്ടിക്കൊഴിച്ച് ചോറ് ഉരുളകളാക്കി വെച്ചു. എന്നിട്ട് രാമായണ കഥ പറഞ്ഞു തുടങ്ങി. അമ്മൂമ്മ, രാമായണം മുഴുവൻ വേണ്ട, ഭാര്യ സുഗ്രീവനും മാത്രം മതി, എന്നാലേ ഞാൻ കഴിക്കൂ. ആദ്യത്തെ ഉരുള വായിലേക്ക് കൊണ്ടുവന്നപ്പോൾ തല വെട്ടിച്ചുകൊണ്ട് അവൻ ഡിമാൻഡ് വെച്ചു. ഞാനാ കഥ പറഞ്ഞു തുടങ്ങി. ആംഗ്യമൊക്കെ കാണിച്ച് ശബ്ദം കൂട്ടിയും കുറച്ച് മുഖത്ത് ഭാവങ്ങൾ വരുത്തിയും ഞാൻ കഥ പറയുന്നത് പപ്പുവിനേക്കാൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് അച്ചു. 5 മിനിറ്റ് ആയി കാണില്ല. ഒരു 2 ഉരുള ചോറ് പപ്പു കഴിച്ചു കാണും. നിക്ക് ഒരു 5 മിനിറ്റ്. അച്ചു കൈ എടുത്ത് വിലക്കി കൊണ്ട് ചാടി എണ്ണീറ്റു. ഇപ്പോൾ കൊടുക്കല്ലേ കേട്ടോ, ഞാൻ കൂടെ വന്നിട്ടേ കൊടുക്കാവേ. അടുക്കളയിലേക്ക് ഓടും വഴി അവൾ വിളിച്ചു കൂവി. 5 മിനിറ്റ് തികച്ചായിട്ടുണ്ടാവില്ല. ഒരു പ്ലേറ്റിൽ ചോറുമായിട്ട് അവളും വന്നു. നേരത്തെ ഇരുന്ന പോലെ ബെഡിലിരിപ്പായി. ഇനി പറഞ്ഞു. പ്ലേറ്റിൽ നിന്നും ചോറ് കുഴച്ചുരുട്ടി വായിലേക്ക് ഇട്ടുകൊണ്ട് അവളും ഞങ്ങൾക്കൊപ്പം കഥ കേൾക്കാനിരുന്നു. അവളിങ്ങനെയാണ്, വിശന്നാൽ ആരെയും കാത്തിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. വെറുതെയല്ല പപ്പുവിന് അമ്മുമ്മയുടെ കഥ കേൾക്കാൻ ഇത്ര ഇഷ്ടം. സത്യം പറയാലോ, കഴിച്ചെഴുന്നേൽക്കണത് അറിയത്തേയില്ല കേട്ടോ. അമ്മയൊരു സംഭവം തന്നെ. സ്വന്തം പ്ലേറ്റിൽ അവസാനിച്ച് 1-2 വറ്റ് വിരൽ കൊണ്ട് നുള്ളിയെടുത്ത് വായിലേക്ക് കൊണ്ട് അവൾ പപ്പുവിൻ്റെ ഒഴിഞ്ഞ പ്ലേറ്റിലേക്ക് എത്തി നോക്കി. പിന്നെന്താ നീ കരുതിയ? ഞാനില്ലാത്ത കോളറൊന്ന് പൊക്കി കാണിച്ചുകൊണ്ട് 2 പുരികവും താളത്തിൽ ഉയർത്തി അവളത് കണ്ട് ചിരിച്ചു. ഉണ്ണി എവിടെ? എൻ്റെ കയ്യിൽ നിന്ന് കൂടി പ്ലേറ്റ് വാങ്ങി അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയവളോടെ ഞാൻ ചോദിച്ചു. സൺഡേ വാഷിംഗ് മെഷീൻ അവിടെ തുണിയലക്കുന്നു. അവളൊന്ന് തിരിഞ്ഞു നിന്ന് ചിരിച്ചു. കഴിഞ്ഞൊരു മാസമായിട്ട് വാഷിംഗ് മെഷീൻ പണിമുടക്കിലാണ്. വാങ്ങിയിട്ട് 1 വർഷമൊക്കെ ആകുള്ളൂ. പുതിയത് വാങ്ങണ്ട, അത് തന്നെ നന്നാക്കി എടുക്കാമെന്നാണ് അച്ഛനും മോനും കൂടി പറയുന്നത്. നന്നാക്കി കിട്ടാൻ ഇനിയും പിടിക്കും ഒരാഴ്ച കൂടി. അതുകൊണ്ട് ഓരോ സൺഡേയും ഇവർ 2 ആളും മാറി മാറി തുണി അലക്കും. നീ എൻ്റെ കൊച്ചിനെ അലക്കുകാരനാക്കി ഇല്ലേ? ഞാൻ ചിരിയോടെ ചോദിച്ചതും അവൾ കീഴ്ച്ചുണ്ട് പുറത്തേക്ക് ഉന്തിക്കൊണ്ട് കണ്ണ് ചുരുക്കി എന്നെ നോക്കി. കഴിഞ്ഞ ആഴ്ച ഞാൻ അലക്കിയപ്പോൾ അമ്മയ്ക്ക് സങ്കടം ഇല്ലായിരുന്നല്ലോ. മോൻ അലക്കിയപ്പോൾ സങ്കടം അല്ലേ എന്നൊരു പറച്ചിലും. എനിക്ക് ചിരി പൊട്ടിപ്പോയി. എൻ്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. നീയും എൻ്റെ മോള് തന്നെ. അങ്ങനെ ആണോ? പോകാൻ ഒരുങ്ങിയവൾ പിന്നെയും വന്ന് ബെഡിലേക്കിരുന്നു. എന്നാ പറ, ഞങ്ങളിൽ ആരോടാ ഏറ്റവും ഇഷ്ടം? അടിപൊളി. അതിപ്പോൾ നിന്റെ 2 കൈകളിൽ ഏതിനോടാ അച്ചുവിന് കൂടുതൽ ഇഷ്ടം? അവൾ ഒന്ന് ആലോചിച്ചു. വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ചോറ് കഴിക്കണം. അതിന് വലത് കൈ വേണം. ആഹാരം കഴിച്ചാൽ സ്വാഭാവികമായും ഇടത് കൈയുടെ ആവശ്യം വരുമല്ലോ. ഏത്? അവൾ എന്നെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ 2 കൈയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ പെണ്ണ്. ഞാൻ മൂക്കിന് താഴെ വിരൽ കൊണ്ടൊന്ന് ഉരസി ചിരി ഒതുക്കി. അപ്പം 2 കൈയും അച്ഛമ്മയ്ക്ക് ഒരുപോലെയല്ലേ? അതുപോലെയാണ് എനിക്ക് നിങ്ങളും. നിങ്ങൾ എനിക്ക് എൻ്റെ 2 കൈകൾ പോലെയാണ്. പറഞ്ഞു നിർത്തിയതും വന്നു അടുത്ത ചോദ്യം. എന്നാ പറ, ഞാൻ ഇടത് കൈയാണോ വലത് കൈയാണോ? പെട്ടില്ലേ? ഈ പെണ്ണിന് ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനെയുള്ള കുരുട്ട് ചോദ്യങ്ങളൊക്കെ? ഇടത് കൈയാണെന്ന് പറയാൻ പറ്റുമോ? അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അവൾ നേരത്തെ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
ഇനി ഇടത് കൈ ഉണ്ണിയാണെന്ന് പറയാമെന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ല. അമ്മാതിരി കാര്യമാണല്ലോ നേരത്തെ ആശാത്തി പറഞ്ഞു വെച്ചത്. കൈയല്ല കാല്, കൈയല്ല കാല് കാല്. നിങ്ങൾ എനിക്ക് എൻ്റെ 2 കാലുകൾ പോലെയാണ്. ഇപ്പം ശരിയായില്ലേ? ഒടുവിൽ ഞാൻ ഒപ്പിച്ചു. ഭീകരി, ഭയങ്കര ഫുത്തി തന്നെ. അവളിരുന്ന് പൊട്ടിച്ചിരിച്ചതും ഞാൻ ആ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു. എനിക്കും ചിരി വരുന്നുണ്ട്. പപ്പു കിടന്ന് തലയറിഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്തു മനസ്സിലായിട്ടാണാവോ. അല്ല, വൈകിട്ട് എന്താ പരിപാടി? ചൂണ്ടുവിരലും തള്ളവിരലും ഒരല്പം അകത്തി പിടിച്ചൊരു കണ്ണിറുക്കി മദ്യപാനികളുടെ സ്റ്റൈലിൽ എന്നോട് ചോദിക്കുന്നവളെ ഞാൻ കണ്ണുരുട്ടി നോക്കി. ഒരമ്മയോട് മകള് ചോദിക്കുന്ന ചോദ്യം നോക്കണേ. അപ്പോഴാണ് തോന്നുന്നു അവൾക്കും കാര്യം കത്തിയത്. ഹേയ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഞാൻ അത്രക്കാരി നഹി നഹി. ഉവ്വ, എനിക്കറിയാം. അതല്ലേ ഫ്രിഡ്ജിനകത്ത് ആ സാധനം ഇരിക്കുന്നത്? അയ്യോ, അതെൻ്റെ ലിസാമ്മ ഉണ്ടാക്കിയ നല്ല ഒന്നാന്തരം മുന്തിരി വൈനാണ്. അല്ലാതെ കാപ്പിരി കൂപ്പിരി ബിയറും റമ്മും ഒന്നുമല്ല. ഞാനൊന്ന് കനത്തിൽ മൂളി. ഇപ്പം അതല്ലല്ലോ കാര്യം. വൈകിട്ട് എന്താ പരിപാടി എന്നല്ലേ? വൈകിട്ട് എന്ത് പരിപാടി? ഞാൻ അന്തം വിട്ടു. അമ്മയ്ക്ക് ഉവ്വാവൊക്കെ മാറിയോ? കൊച്ചു പിള്ളേരെ പോലെ എൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു അച്ചുമ്മ. മാറിയെങ്കിൽ? ഞാനത് ആസ്വദിച്ച് ചിരിയോടെ ഒരു പുരികം പൊക്കി. എന്നാൽ നമുക്കൊരു ട്രിപ്പ് അടിച്ചാലോ? എൻ്റെ വണ്ടിയിൽ. നിൻ്റെ വണ്ടിയിലോ? അപ്പം അവരോ? അച്ചുമ്മയ്ക്കൊരു 2 വീലറുണ്ട്. അവർ വേറെങ്ങാണ്ടോ പോകുന്നില്ലേ? ഉണ്ണി പറഞ്ഞുവല്ലോ. ഹരിയച്ചൻ പറഞ്ഞില്ലേ? ഓ, അത് ഞാൻ മറന്നു. ഹരിയേട്ടൻ്റെ ആ പഴയ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമല്ലേ? അത് തന്നെ. അവരവിടെ പോയി ബുഫേ ഒക്കെ കഴിക്കുമ്പോൾ നമ്മളിവിടെ ഉണക്കച്ചപ്പാത്തി തിന്നിരിക്കാനോ? നോ വേ. നമുക്കൊരു കറക്കമൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ചിങ്ങി പോരാന്നേ. ഞാൻ വെറുതെ ചിരിച്ചതേ ഉള്ളൂ. വീണ്ടും എഴുന്നേറ്റവൾ ഒന്നുകൂടി തിരിഞ്ഞു വന്ന് എൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. വായ കഴുകിയിട്ടില്ല, എന്നാലും ഇതിരിക്കട്ടെ. ഇളിച്ച് കാണിക്കുന്നുണ്ട് അച്ചുമ്മ. എന്തിനാണാവോ? എന്തിനാന്നോ? എൻ്റെ ഉണ്ണിയെ നല്ലൊരു മനുഷ്യനായിട്ട് വളർത്തിയതിന്. നിറഞ്ഞ സന്തോഷത്തോടെ അവളത് പറഞ്ഞപ്പോൾ എന്താണ് അവൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ നെറ്റി ചുളിച്ച് നോക്കി ഞാൻ. ഉണ്ണിയെ ഞാൻ അത്യാവശ്യം ജോലികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളാരും കൂടെ ഇല്ലെങ്കിലും അവനതൊരു ബുദ്ധിമുട്ടാകില്ല. ഹരിയേട്ടനെ കൊണ്ട് പറ്റാത്ത കാര്യമാണത്. ഒരു ദിവസം എനിക്ക് വയ്യാതായി പോയാൽ ഹരിയേട്ടൻ ആകെ പെട്ടുപോകുമായിരുന്നു. അല്ലെങ്കിൽ വയ്യാത്ത ഞാൻ തന്നെ എഴുന്നേറ്റ് ഓരോന്നൊക്കെ ചെയ്യണം. മിക്കപ്പോഴും അത് തന്നെയാണ് നടക്കാറ്. ഇപ്പോഴും ആളിന് നേരാവണ്ണം ഒരു ചായ തിളപ്പിക്കാൻ കൂടി അറിയില്ല. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എന്ന അമ്മ വേർതിരിച്ച് വെച്ച കുറേ ജോലികളുണ്ട്. അതിൽ പെണ്ണുങ്ങളുടെ കാറ്റഗറിയിലുള്ളതൊന്നും അമ്മ ഹരിയേട്ടനെ കൊണ്ട് ചെയ്യിക്കാറുണ്ടായിരുന്നില്ല. അന്ന് ശീലിക്കാത്തതൊക്കെ ചെയ്യാൻ ഇപ്പോഴും പുള്ളിക്കാരന് മടിയാണ്. അടുക്കളയിൽ എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എനിക്ക് വയ്യാതാകണം, അല്ലെങ്കിൽ സഹി കെടും വരെ നിർബന്ധിക്കണം. പാത്രമൊക്കെ കഴുകി തരും. തേങ്ങ ചിരകാൻ വിളിച്ചാൽ ഉറപ്പായും ഒരു കൈ മുറിച്ചിരിക്കും. ചില ശീലങ്ങളൊക്കെ എത്ര മാറ്റാൻ ശ്രമിച്ചാലും മാറ്റാൻ പറ്റില്ലെന്ന് കേട്ടിട്ടില്ലേ? ഹരിയേട്ടൻ്റെ കാര്യത്തിൽ അത് അക്ഷരം പ്രതി ശരിയാണ്. ഉണ്ണി ചെറുതായിരുന്നപ്പോഴേ ഞാൻ പേടിച്ചിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ ഇവരെങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തിട്ട്. ജോലിക്കാരിയെ വയ്ക്കാമെന്ന് കരുതിയാലും ഹോട്ടൽ ഫുഡിനെ ആശ്രയിച്ചാലും അതിനൊക്കെ ഒരു പരിധിയില്ലേ? ഞാൻ ഇല്ലാതായി പോയാലും അവർക്കതൊരു ബുദ്ധിമുട്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയെ എല്ലാം ശീലിപ്പിച്ചത്. ഒറ്റയ്ക്കൊരിടത്ത് പെട്ടുപോയാലും അവനെല്ലാം തനിയെ ചെയ്തോളും. അലക്കാനും വീട് വൃത്തിയാക്കാനും പാചകം ചെയ്യാനും ഒക്കെ അവനറിയാം. അവനതൊക്കെ അറിയാമെന്ന് പറയാൻ എനിക്കൊരു നാണക്കേടും ഇല്ലതാനും, മറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ. ഇപ്പം അച്ചു എന്നോട് പറഞ്ഞില്ലേ, ആ വാചകം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡാണ്. ഒരമ്മ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച അവാർഡ്. പക്ഷെ ഒന്നുണ്ട്, ഹരിയേട്ടനും ഒരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു, ഇന്നുമാണ്. മുകളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊഴിച്ചാൽ ഹരിയേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ഭാഗ്യമാണ് ആ മനുഷ്യൻ. എന്നോട് എങ്ങനെയായിരുന്നാലും ഹരിയേട്ടനെ എൻ്റെ അമ്മായിയമ്മ നല്ലൊരു മനുഷ്യനായി തന്നെയാണ് വളർത്തിയത്. അതിൽ സംശയം ഏതുമില്ല. ഈ കളിയും തമാശയും മാത്രമല്ല കേട്ടോ. അച്ചു നല്ല ഒന്നാന്തരമായി പാചകവും ചെയ്യും. സാധാരണ ഞാനും അവളും ചേർന്നാണ് പാചകമൊക്കെ. ഇന്ന ആൾ കുക്ക് ചെയ്യൂ എന്നൊന്നുമില്ല. ചിലപ്പോൾ അച്ചു ആവും കുക്കിംഗ്, ഞാൻ ഹെൽപ്പറും. ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്യും, അവൾ എന്നെ ഹെൽപ്പ് ചെയ്യും. അച്ചു ഉണ്ടാക്കുന്ന ചില ഡിഷസൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. തിരിച്ചും ഞങ്ങളത് പരസ്പരം പറയാറുമുണ്ട്. ഇനി ഞങ്ങൾക്ക് രണ്ടാളിൽ ആർക്കെങ്കിലും വയ്യെങ്കിലോ അന്ന് ഹെൽപ്പറിൻ്റെ സ്ഥാനം ഉണ്ണിക്കാവും. അന്നേ ദിവസം അവൻ രാവിലെ എഴുന്നേൽക്കും. പച്ചക്കറി നുറുക്കുന്നത് ഉൾപ്പെടെ എല്ലാ സഹായവും ചെയ്തു തരും. അതെനിക്കായാലും അവൾക്കായാലും. അല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ണിയുടെ ഡ്യൂട്ടി പപ്പുവിനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് സ്കൂളിൽ പോകാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഈ വീട്ടിൽ 2 പേര് ജോലിക്കാരാണ്. അത് നല്ലൊരു തുക സാലറി വാങ്ങുന്നവർ. എനിക്കും ഹരിയേട്ടനും പെൻഷൻ തുകയും കിട്ടുന്നുണ്ട്. എന്നിട്ടും ഇവിടെ ഒരു ജോലിക്കാരിയില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. 3 ആൾക്ക് ചോറ് കെട്ടേണ്ടതുള്ളത് കൊണ്ട് ആഹാരത്തിൻ്റെ പണിയൊക്കെ നേരത്തെ കഴിയും. അവർ 3 പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ആളും കൂടി പറമ്പിലേക്ക് ഇറങ്ങും. അവിടെ ഹരിയേട്ടൻ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പച്ചക്കറിയും മരച്ചീനിയും കുറച്ച് കുരുമുളകും അങ്ങനെയൊക്കെ.
അതിനെയൊക്കെ തൊട്ടും തലോടിയും വെള്ളമൊഴിച്ചും കാറ്റും കൊണ്ട് കഥയും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നിൽക്കും, നടക്കും. ഞങ്ങളിടം, ഞാനും ഹരിയേട്ടനും മാത്രമായിടം. എന്ത് രസമാണെന്നോ, നേരം പോകുന്നത് കൂടി അറിയില്ല. ഏതാണ്ട് ഉച്ചയോടടുപ്പിച്ച് ഒരുമിച്ച് കയ്യും പിടിച്ച് വീട്ടിലേക്ക് തിരികെ കയറി വരും. ഇന്നും ഞങ്ങളുടെ പഴയ സ്നേഹത്തിന് ഒരു തുള്ളി പോലും കുറവ് വന്നിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ കയ്യിൽ ഒന്നുകൂടി അമർത്തി പിടിച്ചു പോകും ഞാൻ. ഹരിയേട്ടൻ ഹാളിലെ സോഫയിൽ ഇരുന്ന് പത്രം നിവർത്തി വായന തുടങ്ങുമ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് തൂത്തിടും. അപ്പോഴേക്കും ഉച്ചയൂണിന് നേരാവും. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. ചിലപ്പോഴൊക്കെ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ രണ്ടാൾക്കും വിളമ്പിയെടുക്കും. ഞാൻ തന്നെ ഹരിയേട്ടനും വാരിക്കൊടുക്കും. ഇടയ്ക്ക് ചോറ് വായിലാക്കുന്ന കൂട്ടത്തിൽ എൻ്റെ വിരൽ തുമ്പിൽ കടിച്ച് കണ്ണിറുക്കി ഒരു കള്ളച്ചിരി ചിരിക്കും. പണ്ടത്തെ പോലെ തന്നെ. പണ്ടും അതെ. അമ്മ കാണാതെ എത്രയോ വട്ടം ചോറുള്ളയ്ക്ക് വേണ്ടി എൻ്റെ മുന്നിൽ വാപൊളിച്ചിരുന്നിട്ടുണ്ട്. അന്നും ഇതുപോലെ വിരൽ തുമ്പിൽ കടിക്കും, കണ്ണിറുക്കി ചിരിക്കും. അന്നത്തെ അതേ ഹരിയേട്ടനാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് തോന്നും എനിക്ക്. മുടി കുറച്ച് നര വീണിട്ടുണ്ട്, അല്പം ക്ഷീണിച്ചിട്ടുമുണ്ട്. അതൊഴിച്ചാൽ ഒരു മാറ്റവുമില്ല. ഞാൻ അരികിലേക്ക് ചെന്നാൽ കവിളിൽ അമർത്തി ചുംബിക്കും. തിരികെ എനിക്കും കിട്ടുവരണം. കാമം കലരാത്ത പ്രണയം മാത്രം നിറച്ച ചുംബനങ്ങൾക്ക് തേൻ മധുരമാണ്. ആ സ്വാദ് അനുഭവിച്ച് തന്നെ അറിയണം. പ്രായമേറും തോറും പ്രണയത്തിൻ്റെ മാറ്റ് കുറയുമെന്ന് പറയുന്നത് വെറുതെയാണ്. പ്രായമാവുമ്പോൾ പ്രണയത്തിന് മാധുര്യമേറുകയാണ് ചെയ്യുന്നത്. കാരണം വാർദ്ധക്യത്തിലെ പ്രണയം ഹൃദയത്തിനുമപ്പുറം ആത്മാവുകൾ തമ്മിലാണ്. ഞങ്ങൾ അങ്ങനെ വൈകുന്നേരം വരെ കളി പറഞ്ഞും കഥ പറഞ്ഞും കാര്യം പറഞ്ഞും ഇരിക്കുമ്പോഴേക്കും പപ്പുവിൻ്റെ സ്കൂൾ ബസ് എത്തും. പിന്നെ അവന് പിറകെയാണ്. 5:30 ഉണ്ണിയും അച്ചുവും എത്തും. അതോടെ ഒച്ചപ്പാട് കൂടും. രാത്രിയാകുന്നത് അറിയുകയേയില്ല. രാത്രിയിലെ ഫുഡൊക്കെ അച്ചുവും ഉണ്ണിയും കൂടി തയ്യാറാക്കും. അന്നേരം എനിക്ക് റെസ്റ്റാണ്. ശനിയാഴ്ചയാണ് ക്ലീനിങ് ഡേ. വീടും പരിസരവും തൂത്തു തുടച്ച് വൃത്തിയാക്കുന്ന ദിവസം. ഞാനും അച്ചുവും മാത്രമല്ല കേട്ടോ, ഞങ്ങൾ 4 ആളും കൂടി ഒരുമിച്ചങ്ങ് വൃത്തിയാക്കും. ഒരാൾ തറ തുടയ്ക്കുമ്പോൾ അടുത്ത ആൾ സോഫയിലെയും ടി വിയിലെയും ഷോപ്പീസുകളിലെയും ഒക്കെ പൊടി തുടച്ച് വൃത്തിയാക്കും. മറ്റൊരാൾ ജനാലയും വാതിലും ഒക്കെ തുടയ്ക്കും. പലപ്പോഴും ഫ്ലോർ ക്ലീനിങ് എനിക്കും അച്ചുവിനുമാണ്. ഹരിയേട്ടനും ഉണ്ണിയും കൂടി ബാക്കി പൊടി തുടപ്പ് പരിപാടികളൊക്കെ ചെയ്യും. എന്തിന്, നമ്മുടെ ഇത്തിരി പോന്ന പപ്പുക്കുട്ടിന് വരെ ഞങ്ങൾ പണി കൊടുക്കും. അവൻ ചെയ്യുന്ന പണി ഞങ്ങൾക്ക് പണിയാകാറുണ്ടെങ്കിലും അതും ചിരിക്കാനുള്ള വകയാണ്. അവനും പണിയെടുക്കട്ടെ അമ്മ, അവന് ഉണ്ണിയെപ്പോലെ മിടുക്കനായിട്ട് വളരട്ടെ എന്ന് അച്ഛമ്മയും പറയും. പണി തുടങ്ങുമ്പോഴേ ഉണ്ണി ഹരിയേട്ടനും കൂടി പാട്ട് തുടങ്ങും. കുട്ടനാടൻ പുഞ്ചയിലെ എന്ന വഞ്ചിപ്പാട്ടിൽ തുടങ്ങി ഏതൊക്കെയോ പാട്ടുകളിൽ പോയി ഒടുവിൽ യോധയിലെ പടകാളി ചണ്ടിച്ചങ്കരി പോർക്കിലി വരെ അവസാനിക്കും. എൻ്റെ ദൈവമേ, ആ പാട്ട് തുടങ്ങുമ്പോഴേ അച്ഛനും മോനും മോഹൻലാലും ജഗതിയുമാകും. ഹരിയേട്ടനും ഉണ്ണിയും പപ്പൂസും കൂടി പിന്നെ ഒരു മേളമാണ്. ഞങ്ങൾ ചിരിച്ചു മറിയും. ഏറ്റവും ഒടുവിൽ പപ്പൂസിനെ ഉടുപ്പിക്കുന്ന കുഞ്ഞി തോർത്തൂരി അവൻ്റെ തന്നെ തലയിൽ കെട്ടിക്കൊടുക്കുന്നതോടെ എല്ലാം ശുഭം. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി അടുക്കളയിലേക്ക് കയറും. അവിടെയും ഒരു മേളമായിരിക്കും. ആ സമയം ഹരിയേട്ടന് റെസ്റ്റാണ്. പുള്ളിക്കാരന് അടുക്കളപ്പണി അലർജിയാണല്ലോ. പക്ഷെ ഒരാളിനെ മാത്രം അങ്ങനെ എസ്കേപ്പ് ആവാൻ വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അന്നത്തെ പാത്രം കഴുകൽ മുഴുവൻ ഹരിയേട്ടൻ്റെ തലയിൽ ഇട്ട് കൊടുക്കും ഞങ്ങൾ. അങ്ങനെ ചിരിയും കളിയും മേളവുമായി ഞങ്ങളുടെ പണികളൊക്കെ അവസാനിക്കും. ഒരുമിച്ച് പണി ചെയ്താൽ അത് തുടങ്ങുന്നതോ തീരുന്നതോ അറിയില്ല. ഏത് ജോലിയും ഈസി ആയിരിക്കും. അനുഭവമാണ്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. അത് കഴിഞ്ഞ് കുറച്ചു നേരം വട്ടം കൂടിയിരുന്ന് അന്താക്ഷരി കളിക്കും. പിന്നെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാളിൽ തന്നെ ഷീറ്റ് വിരിച്ച് 5 പേരും കൂടി അതിൽ നിരന്ന് കിടന്നങ്ങ് ഉറങ്ങും. അന്ന് വൈകിട്ട് ചിലപ്പോൾ അവർ 3 ആളും കൂടി എവിടെയെങ്കിലും കറങ്ങാൻ പോയാലായി. ഞങ്ങളൊഴി. അവർ നിർബന്ധിക്കില്ല. സൺഡേ ഔട്ടിംഗ് ഡേ ആണ്. ചിലപ്പോൾ രാവിലെ ഇറങ്ങും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം. അന്ന് പിള്ളേർ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. വരുന്നില്ലെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. കുത്തിപ്പോക്കി കൊണ്ടുപോകും. ഒരുമിച്ചുള്ള യാത്രകളും രസകരമാണ്. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ അത് ഉപകരിക്കുമെന്നതിൽ സംശയമില്ല. ചില സൺഡേസിൽ അച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകും. അവർ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. ചിലപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വരും. ഞങ്ങൾ 2 കുടുംബമല്ല, ഒരു കുടുംബമാണ്. അങ്ങനെയും ഞങ്ങളും അവരും കരുതിയിട്ടുള്ളൂ. അച്ചു അവളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ ഉണ്ണിയും കൂടി പറഞ്ഞു വിടും. അതും നിന്റെ വീടാണെന്ന് പറയും. അവരും നിന്റെ അച്ഛനമ്മമാരാണെന്ന് പറയും. എനിക്കുണ്ടായ വിഷമം അച്ചുവിനുണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമാണ്. ഉണ്ണി അത് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്യും. അച്ചുമ്മയുടെ കൂടെ അവളുടെ ആട് വണ്ടിയിൽ കയറി പാപ്പുവിനെ നടുക്കിരുത്തി. വഴി പറഞ്ഞു തരണം കേട്ടോ അമ്മ. ഹെൽമെറ്റ് എടുത്ത് വയ്ക്കുന്നേരം അച്ചു പറഞ്ഞു. എവിടേക്കാണ് പോകുന്നതെന്ന് കൂടി അവൾ പറഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. എന്നിട്ട് ഞാൻ വഴി പറഞ്ഞു കൊടുക്കണോ അത്രേ. അവൾ എവിടെയാകും പോകുന്നതെന്ന് എനിക്കറിയാം. എനിക്കതറിയാമെന്ന് അവൾക്കും അറിയാം. ലെഫ്റ്റും റൈറ്റും പറഞ്ഞു കൊടുത്ത് ഒടുവിൽ ഞാനും അവളും ഉദ്ദേശിച്ചെടുത്ത് തന്നെ വണ്ടി നിന്നു. കടലിൻ്റെ ഇരമ്പൽ കേട്ടപ്പോഴേ പപ്പു തുള്ളിച്ചാടി. ആദ്യം സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് കടലിലിറങ്ങണോ, കടലിലിറങ്ങിയിട്ട് സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്ന് ഐസ്ക്രീം കഴിക്കണോ? എൻ്റെ പപ്പുവിൻ്റെ ഹെൽമറ്റ് കൂടി വാങ്ങി സ്കൂട്ടിയുടെ ഹാൻഡിൽ തൂക്കിയിട്ടുകൊണ്ട് അച്ചു എന്നെ നോക്കി പുരുകം പൊക്കി. എങ്ങനെയായാലും ഐസ്ക്രീം നിർബന്ധമാണല്ലേ? അത് ചോദിക്കാനുണ്ടോ? ഐസ്ക്രീം ഇല്ലാതെ നമുക്കെന്ത് ആഘോഷം? എന്നാൽ പോയി ഐസ്ക്രീം വാങ്ങിയിട്ട് വാ. ഞാൻ അതും കഴിച്ചിട്ട് ഇവിടെ ഇരുന്നോളാം. നിങ്ങൾ കടലിലൊക്കെ ഇറങ്ങി പതിയെ വന്നാൽ മതി.
ഞാൻ അടുത്ത് കണ്ടൊരു സ്റ്റോൺ ബെഞ്ചിൽ ഇരിപ്പായി. അയ്യടി, ഇവിടെ വരെ വന്നിട്ട് കടലിലിറങ്ങാതിരിക്കാനോ? നടന്നത് തന്നെ. അച്ചുമ്മ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. മറുകൈയിൽ പപ്പുവും. പോയേ പിള്ളേരെ, നിങ്ങൾ പോയി കളിക്ക്. കൊച്ചു പിള്ളേരാ തിരയിലൊക്കെ കളിക്കുക, അല്ലാതെ എന്നെ പോലെ വയസ്സായവരല്ല. ഞാൻ പറഞ്ഞൊഴിയാൻ നോക്കി. അയ്യോ, വയസ്സായി പോലും. കണ്ടാൽ എൻ്റെ അനിയത്തിയാണെന്നേ പറയൂ. എന്നിട്ടും എൻ്റെ അമ്മൂമ്മയാണെന്ന അഭാവം. വഴിയിൽ കൂടി പോകുന്ന ചെക്കന്മാരെങ്ങാണ് ഈ ഗ്ലാമർ കണ്ടിട്ട് കമൻ്റ് അടിക്കുകയോ കയറി ഐ ലവ് യു പറയുകയോ ചെയ്താൽ ഹരിയച്ചനോട് എന്ത് സമാധാനം പറയുമെന്നോർത്താ ഞാൻ അമ്മയുടെ കൂടെ നടക്കുന്നത് തന്നെ. എന്നിട്ട് വയസ്സായി പോയിന്ന്. ഇങ്ങോട്ട് വന്നേ. അവളെൻ്റെ കൈയും പിടിച്ച് കടലിലേക്ക് നടന്നു. മുട്ടോളം നനഞ്ഞാണ് കരയിലേക്ക് കയറിയത്. പപ്പുവിനെ വിളിച്ച് സ്റ്റോൺ ബെഞ്ചിലേക്ക് ചെന്നിരുന്നപ്പോൾ അച്ചു ഐസ്ക്രീം വാങ്ങാനായി പോയി. രണ്ടാളും എപ്പോൾ വരും? ചുവപ്പ് മാറി ഇരുണ്ട് തുടങ്ങി കടലിലേക്ക് നോക്കി ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ചുവിനോട് ചോദിച്ചു, മനസ്സിലായല്ലേ? അവളൊരു ചമ്മിയ ചിരിയോടെ എന്നെ നോക്കി. പിന്നെ മനസ്സിലാവാതെ? ഞാൻ നിങ്ങളെ ഇന്നലെ കാണാമെന്നോ അല്ലല്ലോ. ഞാൻ ചിരിച്ചു. ഇപ്പോൾ വരും. അച്ചു പറഞ്ഞതിന് രണ്ടാളും കൂടി നടന്നെത്തിയിരുന്നു. ഹരിയേട്ടൻ എൻ്റെ അടുത്തും ഉണ്ണി അച്ചുവിൻ്റെ അടുത്തുമായിരുന്നു. മൂന്നും കൂടി എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താ അത്? ഞാൻ ഹരിയേട്ടൻ്റെ കയ്യിലൊന്ന് നുള്ളി ആളിനെ കൂർപ്പിച്ച് നോക്കി പതിയെ ചോദിച്ചു. പറയാൻ പറ്റില്ല, സർപ്രൈസാ. ആളും അതേപോലെ തല കുരിച്ച് വന്ന് രഹസ്യം പറഞ്ഞു. പിന്നീട് ഞാൻ ഒന്നും ചോദിച്ചില്ല. ചോദിച്ചിട്ടും കാര്യമില്ല. മൂന്നും ഒരു കെട്ടാണ്. ഉണ്ണി അച്ചുവിനെയും പപ്പുവിനെയും കൂട്ടി വീണ്ടും കടലിലേക്ക് ഇറങ്ങി. ഹരിയേട്ടൻ ഇറങ്ങട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നതേ ഉള്ളൂ. മൂന്ന് പേരും കടൽ കളിക്കുന്നത് ഇപ്പോൾ ഒരു നിഴല് പോലെ കാണാൻ ഒക്കുന്നുള്ളൂ. അതും നോക്കി അങ്ങനെ ഇരിക്കുന്നേരം ഞാൻ ഹരിയേട്ടൻ്റെ തോളിലേക്ക് തല ചായച്ചു വെച്ചു. ഹരിയേട്ടൻ്റെ വലങ്കൈ എൻ്റെ പിറകിലൂടെ തോളിലെടുത്ത് വെച്ച് ഒന്നുകൂടി എന്നോട് ചേർന്നിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് നമ്മളും ഇതുപോലെ സന്തോഷിക്കേണ്ടതായിരുന്നു, അല്ലേ ദേവു? ഒരു നെടുവീർപ്പിൻ്റെ അകമ്പടിയോടെ ഹരിയേട്ടനത് പറഞ്ഞപ്പോൾ ഞാൻ മുഖം ഉയർത്തി ആളിനെ നോക്കി. മക്കളെ തന്നെ നോക്കിയിരിക്കുന്ന ആ കണ്ണുകളിൽ ഞാനൊരു നഷ്ടബോധം കണ്ടു. എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ ഹരിയേട്ട. ഞാനും അന്നിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അച്ചു പറയും പോലെ ഇന്നലകൾ മറന്നു കളയാൻ നമുക്ക് ഇന്നിൽ ജീവിക്കാം. വാർദ്ധക്യത്തിലല്ലേ പലർക്കും സന്തോഷം കിട്ടാത്തത്. ഇന്ന് നമുക്കത് ആവോളം കിട്ടുന്നില്ലേ? അത് മതി. അതൊന്നും മായാതിരുന്നാൽ മതി. നമ്മുടെ മക്കൾ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ മതി. ഹരിയേട്ടൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ പറയവേ ആളും ഒന്ന് പതിഞ്ഞു മൂളി. അത് മതിയെന്ന് പറയും പോലെ. നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം അവളാണല്ലേ ഹരിയേട്ട, നമ്മുടെ മരുമകൾ അച്ചുമ്മ. ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു. അവൾ മാത്രമല്ല ദേവ്, നീയും. നിങ്ങൾ രണ്ടാളുമാണ് നമ്മുടെ വീടിനെ സ്വർഗമാക്കുന്നത്. ഞാൻ വെറുതെ ചിരിച്ചു. ചിരിക്കണ്ട. നിനക്കറിയോ, നീ ഒരു നല്ല അമ്മയാണ്, അമ്മൂമ്മയാണ്, അമ്മായിയമ്മയാണ്. അപ്പം ഭാര്യയല്ലേ? ഞാൻ തലചരിച്ചൊരു കള്ളനോട്ടം നോക്കി. അത് ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്കറിയാൻ? ഹരിയേട്ടൻ പൊട്ടിച്ചിരിച്ചു. കൂടെ ഞാനും. ഹരിയേട്ടൻ ഈ പറഞ്ഞതൊക്കെ നേരാണെങ്കിൽ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അമ്മയോടാണ്, എൻ്റെ അമ്മായിയോടാണ്. ഒരു ഭാര്യ, അമ്മ, അമ്മൂമ്മ, അമ്മായിയമ്മ എങ്ങനെയാകരുതെന്ന് എന്നെ പഠിപ്പിച്ചത് അവരാണ്. അവരെ പോലെ ഒരിക്കലും ആകരുതെന്നുള്ള തീരുമാനമാണ് ഇന്നത്തെ എന്നെ രൂപപ്പെടുത്തിയത്. ഒരു സിനിമയൊക്കെ കണ്ട് വീട്ടിൽ തിരികെ എത്തുമ്പോഴേക്കും മണി 12 കഴിഞ്ഞിരുന്നു. വീട് തുറന്ന് ഹാളിലേക്ക് കയറി ലൈറ്റ് തെളിയിച്ചത് മന്ദിച്ച് നിന്നുപോയി ഞാൻ. ഹാളാകെ അലങ്കരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദേവമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ. അച്ചുവും ഉണ്ണിയും ഒരുമിച്ച് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ കണ്ണുകൾ ഉയർത്തി ഹരിയേട്ടനെ നോക്കി. കൈകെട്ടി ചെറു ചിരിയോടെ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇന്നെൻ്റെ 60-ാം പിറന്നാളാണ്. ഞാനത് മറന്നേ പോയിരുന്നു. ഇരുവരും അകന്നു മാറുമ്പോൾ ഹരിയേട്ടൻ മുന്നോട്ട് വന്നു. ആളിൻ്റെ കയ്യിൽ കുറേ പ്രിൻറ്റഡ് പേപ്പേഴ്സ് ഉണ്ട്. അതെൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു. എൻ്റെ പിറന്നാൾ സമ്മാനം. മക്കളുടെ മുന്നിൽ വെച്ച് എന്നെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുമ്പോൾ ആളിന് ലെവലേഷൻ ചമ്മലുണ്ടായിരുന്നില്ല. എനിക്കും. ഞാൻ എൻ്റെ കയ്യിലെ പേപ്പറുകളിലേക്കും ഹരിയേട്ടൻ്റെ മുഖത്തേക്കും സംശയത്തോടെ നോക്കി. നിൻ്റെ കവിതകളാണ്. ഈ പബ്ലിഷേഴ്സിൻ്റെ ഒരു പുസ്തകമേള അടുത്ത മാസം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിന് നിൻ്റെ കവിതകൾ പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നന്നായി വായിച്ചു നോക്കി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയണം. വിടർന്ന കണ്ണുകളോടെ ഞാൻ ഹരിയേട്ടനെ നോക്കി, ഒട്ടും വിശ്വാസമില്ലാതെ. മുൻപ് കവിത എഴുതുമായിരുന്നു, പിന്നീട് അതൊക്കെ വിട്ടു. റിട്ടയർ ആയ ശേഷമാണ് വീണ്ടും എഴുതാൻ തുടങ്ങിയത്. ഹരിയേട്ടനെ മാത്രം കാണിച്ചു കൊടുക്കും. പക്ഷേ ഇങ്ങനെയൊന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. മുൻപ് ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞിരുന്നു, എഴുതൂ, നല്ലത് നമുക്ക് ബുക്കാക്കാമെന്ന്. നീ അത് മറന്നു കാണും. ഞാൻ മറക്കില്ല. ഒന്നും മിണ്ടാതെ ഞാൻ ആ മനുഷ്യനെ മുറുകെ കെട്ടിപ്പിടിച്ചു. മറ്റ് 4 കൈകളും 2 കുഞ്ഞു കൈകളും ഞങ്ങളെ പൊതിഞ്ഞു. എൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മരുമകളോ അമ്മായിയമ്മയോ മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്, ബഹുമാനിക്കുമ്പോഴാണ്, അംഗീകരിക്കുമ്പോഴാണ് അതൊരു കുടുംബമാകുന്നത്. ഇന്നിതൊരു കുടുംബമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളൊരു കുടുംബം. അവസാനിച്ചു. ഇനിയൊരു തുടർച്ചയില്ല. ഇനി പറയാൻ പോകുന്നത് ഓദറിനോടാണ്. അതായത് നിങ്ങളോട് ഇതിൻ്റെ റൈറ്റർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇതുപോലൊരു കുടുംബം എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഉണ്ടായാൽ എന്ത് രസമായിരിക്കും അല്ലേ? കല്യാണം കഴിഞ്ഞാലും മകൻ എൻ്റേത് മാത്രമാകണമെന്ന് ചിന്തിക്കുന്ന അമ്മായിമാരും ഭർത്താവ് എൻ്റെ മാത്രമാകണമെന്ന് ചിന്തിക്കുന്ന മരുമക്കളും ഇനി വേണ്ട.
ഒരാളും ആരുടെയും സ്വന്തമല്ല. എനിക്ക് സ്വന്തമായത് ഞാൻ മാത്രമാണ്. എൻ്റെ ശരീരം, എൻ്റെ ചിന്തകൾ, ഇതൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. അപ്പം മറ്റൊരാൾ എൻ്റെ സ്വന്തമെന്ന് വാശി പിടിക്കുന്നതിന് എന്തർത്ഥം? പിന്നെ മറ്റൊന്ന്, ആരും ആരുടെയും അടിമയല്ലെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണെന്ന് തിരിച്ചറിയുക. ഇത്രയൊക്കെ മതി ഒരു കുടുംബത്തിൽ സന്തോഷം വരാൻ. ഈ കഥയിൽ എപ്പോഴെങ്കിലും എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതല്ലേ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു വരി എനിക്കായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ ഓക്കെ.